നമസ്കാരം. ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓണമൊക്കെ അടുത്തെത്താറായി. അപ്പോൾ ഈ ഓണക്കാലത്ത് വളരെ എളുപ്പവും സ്വാദിഷ്ടവും എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇവിടെ പരിചയപ്പെടാം. അവൽ പായസം. അവൽ പായസം മിക്കവരും കഴിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ ഒരു അവൽ പായസമാണ് അവൽ ബീട്രൂട്ട് പായസം. ഏറെ പോഷക ഗുണങ്ങളുള്ള ഈ അവൽ ബീട്രൂട്ട് പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അവൽ ബീട്രൂട്ട് പായസം ഉണ്ടാക്കുന്നതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: കണ്ടൻസ്ഡ് മിൽക്ക് 200 ഗ്രാം. ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ച് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് ഇളക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കിസ്മിസ് കൂടി ചേർത്ത് ഇളക്കുക. മുന്തിരി വീർത്തു വരുമ്പോൾ എല്ലാം വാരി മാറ്റി വയ്ക്കുക. ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന അവിൽ ഇട്ട് ഇളക്കുക. അവിലിലേക്ക് നെയ്യ് പിടിച്ച് അവലൊന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. നുറുക്കി വച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒരു മിക്സിയിൽ അരച്ചെടുക്കുക. ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും അരയ്ക്കുക. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അരിച്ച് മാറ്റി വയ്ക്കുക. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് തിളപ്പിച്ച പാൽ ഒഴിക്കുക. പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അവിലിട്ട് ഇളക്കുക. അവിൽ വേവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അവിലൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഏലക്കായും കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് ചേർക്കുക. കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഇളക്കുക. ഇപ്പോൾ ഇവിടെ പായസം നല്ലോണം തിളച്ചു തുടങ്ങി. ഇനി ഈ തിളച്ച പായസത്തിലേക്ക് നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് നല്ലവണ്ണം ഇളക്കാം. ബീട്രൂട്ട് ജ്യൂസ് ചേർക്കുമ്പോൾ തന്നെ അവൽ പായസത്തിൻ്റെ ആ വെള്ള നിറമൊക്കെ മാറി നല്ല പിങ്ക് നിറത്തിലേക്ക് മാറും. ഈ അവൽ ബീട്രൂട്ട് പായസം ഒന്നുകൂടി തിളയ്ക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. തിള വന്നു കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ബദാം, കിസ്മിസ് എന്നിവ ചേർത്ത് ഇളക്കുക. ഏറെ പോഷക ഗുണങ്ങളുള്ള സ്വാദിഷ്ടമായ നമ്മുടെ അവൽ ബീട്രൂട്ട് പായസം തയ്യാറായി. അപ്പോൾ ഈ അവൽ ബീട്രൂട്ട് പായസം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കാണുവാനായി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി മറ്റൊരു സ്വാദിഷ്ടമായ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.